I am a daily customer. Daily customer. எல்லாமே ஐட்டம் நல்லா இருக்குது. இப்போ இது இந்த தேங்காய் சட்னி தானே, இது நல்லா இருக்குது. ഫ്ലേവർഫുൾ ആണ്. കോക്കനട്ട് മിൽക്കും തേങ്ങാപ്പാലും. പിന്നെ അവർ ആ ക്ലേ പോട്ടിലാണ് ആദ്യം സെർവ് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഇത്ര ടേസ്റ്റുള്ള ബീഫ് വാങ്ങിച്ചില്ല, സൂപ്പറായിരിക്കും. അപ്പം പാൽപ്പൊറാട്ടയിലേക്കാണ് ഇതിൻ്റെ നോട്ടം. ഹലോ, ഹായ്, നമസ്കാരം. രുചികൾ തേടി ഞങ്ങൾ ഫേഫ് ഫ്ലേവേഴ്സ് പ്രചരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ മിഷ്വാർ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞത് ഈ റെസ്റ്റോറൻറ്റ് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം മോശമാവാത്ത രുചിയായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇവിടുത്തെ രുചി വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്. വരും. என்ன ஃபுட்டு കഴിച്ചിരിക്കും? Veg thali. Veg meals. எப்படி இருக்கு? Just super இருக்கு. சூப்பராக இருக்கு. நீங்கள் ஃபர்ஸ்ட் டைமா? First time இல்ல, daily. I am a daily customer. டெய்லி கஸ்டமர். டெய்லி பஜ்ஜி தால் பீஸா? No, I will change depending upon that. எல்லா ஃபுட்டும் சூப்பராக இருக்கு. எல்லா ஃபுட்டும் சூப்பராக இருக்கு. என்ன சாப்பிட்டுச்சு? அந்த இது வெஜ் மீல்ஸ் சாப்பிட்றேன். எப்படி இருக்கு? நல்லா இருக்குது. இங்கே இது எல்லாமே ஐட்டம் நல்லா இருக்குது. இப்போ இது இந்த தேங்காய் சட்னி தானே, இது நல்லா இருக்குது. இதுக்கப்புறமா இது காந்தா. இந்த தேங்காய் சட்னி போட்டிலே காலி பண்ணி வச்சிருக்கு. ஆமாம், இது நல்லா இருக்குது. சூப்பராக இருக்கு. நல்லா இருக்குது. நான் இங்கே ரெகுலர் கஸ்டமர் தான். சில சமயம் இந்த பிரியாணி, சிக்கன் பிரியாணி, அப்போ நோனும் பச்சை எல்லாம் சாப்பிடும். அதெல்லாம் நல்லா இருக்குது. இங்கே கொஞ்சம் ப்ரைஸ் பி ரீசனபுள் தான், நல்லா இருக்குது. ഹലോ സാർ, ഹായ്. എന്ത് ഊര്? ഞാൻ നാട്ടിലാണ്, കോട്ടയം. മലയാളിയാണ്. അതെ. കോട്ടയം. എന്നാ സാപ്പിട്ടിരിക്കുക? ഇപ്പോൾ അങ്ങനെ എന്താ കഴിച്ചിരിക്കുന്നത്? ഇതായിട്ട് പാൽ പൊറോട്ടയാണ്. ആ പാൽ പൊറോട്ട ഇവിടെ സ്പെഷ്യലാണെന്ന് കേട്ടു. അതെ. ബീഫും ചിക്കനും പാലും പൊറോട്ട എല്ലാം കൂടി നല്ലതാണ്. കാരണം അത് നല്ലൊരു ഫ്ലേവർഫുൾ ആണ്. കോക്കനട്ട് മിൽക്കും തേങ്ങാപ്പാലും. പിന്നെ അവർ ആ ക്ലേ പോട്ടിലാണ് ആദ്യം സെർവ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എൻ്റെ പക്ഷേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഫ്രണ്ട്സ് പറഞ്ഞു ഇവിടെ വന്ന് കഴിച്ചാൽ നല്ല ഫുഡ് കിട്ടുന്നു. അതെ. ധൈര്യമായിട്ട് നമുക്ക് പറയാലോ? തീർച്ചയായും മലയാളിയോട് പറയാം. തീർച്ചയായും. ஃபுட் எப்படி இருக்கு? நல்லா டேஸ்ட்டாக இருக்குது. உண்மையாக நல்லா டேஸ்ட்டாக இருக்குது. டிஃப்ரெண்ட்டாக இருக்குது. இது வந்து பிரிஞ்சு சார், பிரிஞ்சு இது வெஜிடபிள்ஸ் எல்லாம் போட்டு செஞ்சுருக்காங்க. நல்லா டிஃப்ரெண்ட் டேஸ்ட்டாக இருக்குது. ஃபஸ்ட் டைமா? இல்லை, இது ஏற்கனவே நான் சாப்பிட்ருக்கேன். ஓகே. இவரை திருச்சி பிரான்ச்சுக்கு அங்கே சாப்பிட்டுருக்கீங்க? அங்கே நான் சாப்பிடல சார், இங்கே தான் சாப்பிட்டேன். சென்னை பிரான்ச்சு தான் சாப்பிட்டு நல்ல டேஸ்ட்டாக இருக்கும். டிஃப்ரெண்ட் டேஸ்ட்டாக இருக்குது. சூப்பராக இருக்குது. அப்போ நாங்கள் தைரியமாയിട്ട് പറയാം, சூப்பர் ஃபுட். டிஃப்ரெண்ட்டாக. നമ്മളിവിടെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് പാൽപ്പൊറാട്ട ഒരു ഭയങ്കര സ്പെഷ്യൽ ഐറ്റംസാണ്. ഇതിൽ പാല്, പൊറാട്ട, ബീഫ്, ചിക്കൻ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും കൂടിയൊരു സാധനമാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. പിന്നെ ഈ കാണുന്ന സാധനമാണ്. ഇത് നെണ്ട്, ചെമ്മീൻ, ഉള്ളിൽ കപ്പ, അല്ലേ, എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഐറ്റംസാണ്. അതിൻ്റെ പേര് കടൽക്കൊത്ത് കേട്ടോ. ഇത് ഫ്രൈഡ് റൈസ് അല്ലേ, ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇത് നമ്മളെ ചെമ്മീൻ. ഇത് ബീഫ്. ഈ ബീഫ് വന്നപ്പോൾ മുതൽ 2 കഷ്ണം കഴിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഇത്ര ടേസ്റ്റുള്ള ബീഫ് വാങ്ങിച്ചില്ല, സൂപ്പറായിരിക്കും. അപ്പം പാൽപ്പൊറാട്ടയിലേക്കാണ് ഇതിൻ്റെ നോട്ടം. പാൽപ്പൊറാട്ട മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചട്ടീൻ്റെ ഉള്ളിൽ ബീഫും ചിക്കനും പാലും പിന്നെ അണ്ടിപ്പരിപ്പ് കാര്യങ്ങൾ സകല സാധനമുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ടോ. ഇതിന് എത്ര പൊറോട്ട അടിക്കും? 2 പൊറോട്ട. അപ്പോൾ 2 പേർക്ക് കഴിക്കാതെ മതി അല്ലേ? കൊഞ്ചം മതി. വാ, എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. നല്ല ചൂടാണ്, ഒന്ന് ചൂടാറട്ടെ.
അതാണ് പാൽ പൊറാട്ട. അപ്പം പാൽ പൊറാട്ട ചൂടൊക്കെ പണിഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോവാണ്. ബീഫ്, പൊറാട്ട, പാല്, ചിക്കൻ, ഒരു രക്ഷയില്ല കേട്ടോ മോനെ. കാരണം ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ, കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. അപ്പം ഞാൻ കഴിക്കുന്നവരെ ഒന്ന് ക്ഷമിക്കൂ. ഓക്കെ, സൂപ്പറാണ്. ഞാൻ കഴിച്ച് കേട്ടാൽ നമ്മൾ ബാക്കി പറയാം. ചെന്നൈയിലെ വിഷ്വാർ ഹോട്ടൽ, വിഷ്വാറിലെ ഭക്ഷണം കഴിച്ചു. പാൽ പൊറോട്ട എന്ന് പറഞ്ഞ ഐറ്റംസ്, അതിന് മുമ്പ് കുറേ ഐറ്റംസ് പങ്കു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പാൽ പൊറോട്ടക്കാൾ ടേസ്റ്റ് വന്നത് എനിക്ക് ഇവിടുത്തെ ജോമി ചേട്ടനാണ്. ഇതാണ് ജോമി ചേട്ടൻ, ഇവിടുത്തെ മാനേജറാണ്. താങ്കൾ എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടക്കാരനാണ്. ഞാനിവിടെ വന്നിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഇപ്പം ഈ ഹോട്ടലിൽ ഞാനിപ്പോൾ 7 വർഷമായി. 7 വർഷമായി. തന്നെ പിന്നോട് പറഞ്ഞു ബീഫ് ഒന്ന് കഴിച്ചു കൊടുക്കണം. ബീഫ് ഞാൻ കഴിച്ചു, അസാധ്യ ബീഫാണ്. മലപ്പുറത്തും കോഴിക്കോടും കിട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റബിൾ ആണ് ബീഫ്. ബീഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ മീറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്തുനിന്നാണ് നമ്മൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കുറേ നേരം ടൈം എടുത്ത് അതിനെ ടെൻഡറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ മസാലാസ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള മസാലാസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പൗഡർ ചെയ്യുന്നതും നമ്മളത് മേടിക്കുന്നത് തൊട്ട് നമ്മളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, തൃശ്ശിയിൽ നിങ്ങൾ കഴിച്ച ബീഫിനെക്കാട്ടിലും അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാൽപ്പൊറാട്ട ഇവിടുത്തെ മാത്രം ഐറ്റംസ് ആണ്. ഈ പാൽപ്പൊറോട്ട പലയിടത്തും ചെയ്യാറുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു വേർഷനാണ്. സൂപ്പർ ആയിട്ടോ, ഒരു രക്ഷയില്ല. ഇത് മാത്രമല്ല, നമ്മുടെ അടുത്ത് ഒരുപാട് വിഭവങ്ങളുണ്ട്. ഞണ്ടും കപ്പയുണ്ട്. അത് എല്ലും കപ്പയുടെ ഒരു ഞങ്ങളുടെ വേർഷൻ. എല്ലും കപ്പയ്ക്ക് സീ ഫുഡ് വേർഷൻ ചെയ്തതാണ്. കടൽക്കൊത്തുണ്ട്, ഞണ്ടും കപ്പയുണ്ട്. ഇങ്ങനെയുള്ള കുറേ വേർഷനുകൾ സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മളിവിടെ 13ാമത്തെ വർഷമാണിത്. നമുക്ക് മൊത്തം 4 ഔട്ട്ലെറ്റ് ആണ്. ചെന്നൈയിൽ നമുക്ക് ഈ ഒരു ഔട്ട്ലെറ്റേ ഉള്ളൂ. തൃച്ചിയിൽ ഒരെണ്ണമുണ്ട്. ബാംഗ്ലൂർ നമുക്ക് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ബാംഗ്ലൂർ 2 എണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ മൈഷ്വാർ എന്നുള്ള പേരിലല്ല, പാർക്ക് അവന്യൂവിൻ്റെ തന്നെ റാന്തൽ എന്നുള്ള പേരിലാണ് നമ്മൾ അതവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിലെ അതിന്റെ അണിയറ ശില്പികൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫണ്ട്, ഇതൊരു മലയാളി കമ്പനിയാണ്. പാർക്ക് അവന്യൂ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിന്റെ ഫൗണ്ടർ. അവർ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു NRI ടീംസാണ്. മലയാളീസാണ്. അതാണ് മലയാളീസിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ കിട്ടുന്നത്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയാണ്? മലയാളീസാണ് കൂടുതൽ? അല്ല, ഇവിടെ നമുക്ക് ഫുഡ് ലവേഴ്സ് ആയിട്ടുള്ള മലയാളീസ് ഉണ്ട്, തമിഴ് ആൾക്കാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇരിക്കുന്ന ക്രൗഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 70% മലയാളീസ് ആയിരിക്കും. ബാക്കി ഒരു 30% നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ക്രൗഡാണ്. മാത്രമല്ല നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ സ്റ്റൈല്, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ആളോട് പറയും, ചെന്നൈയിൽ വരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഡീസൻറ്റ് ഫീൽ. മാത്രമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒന്ന് കഴിക്കാൻ പറഞ്ഞത്. അതേപോലെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായി മാറി ഈ നിമിഷം മുതൽ. താങ്ക് യു. അത്രയും അതെ. നമ്മൾ കോട്ടയം ഈരാറ്റുപേട്ടക്കാരനാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മലയാളികൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ പുള്ളി നല്ല തിരക്കിലാണ്. വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, ബൈ കൊടുത്തേക്കും. ബൈ.